ഓക്കെ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസുകളാണ്. വരൂ, അകത്തേക്ക് വരൂ, എൻ്റെ അടുത്തേക്ക് വരൂ, പുറത്തേക്ക് വരൂ, മുകളിലേക്ക് വരൂ. ഇങ്ങനെ വരൂ വരൂ എന്ന് വെച്ച് തുടങ്ങുന്ന കുറേ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകൾ നമ്മൾ സാധാരണ ടോക്കിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്കൊന്ന് ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ സെൻറ്റൻസ് കൊടുത്തതാണ്. വരൂ 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 എങ്ങനെ പറയാം? വരൂ, കമോൺ. ഇനി അകത്തേക്ക് വരൂ, അകത്തേക്ക് വരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ പറയാം? അകത്തേക്ക് വരൂ, കം ഇൻ, കം ഇൻ. അകത്തേക്ക് വരൂ, കം ഇൻ. അകത്തേക്ക് വരൂ, കം ഇൻ. മുറിയിലേക്ക് വരൂ, മുറിയിലേക്ക് വരൂ, റൂമിലേക്ക് വരൂ. ഇതെങ്ങനെ പറയാം? കം ഇൻ ടു ദി റൂം, കം ഇൻ ടു ദി, കം ഇൻ ടു ദ റൂം. പെട്ടെന്ന് വരൂ, പെട്ടെന്ന് വരൂ. എങ്ങനെ പറയാം? കം ഫാസ്റ്റ്, കം ഫാസ്റ്റ്. പെട്ടെന്ന് വരൂ, കം ഫാസ്റ്റ്. ഇനി പോയിട്ട് പെട്ടെന്ന് വരൂ, എങ്ങനെ പറയാം? പോയിട്ട് പെട്ടെന്ന് വാ, എങ്ങനെ പറയാം? ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഗോ ആൻഡ് കം ഫാസ്റ്റ്, അല്ലെങ്കിൽ ബാക്ക് സൂൺ, ഗോ ആൻഡ് ബാക്ക് സൂൺ. പോയിട്ട് പെട്ടെന്ന് വാ, പോകുക എന്നുള്ളതിന് ഗോ. അപ്പം എങ്ങനെ പറയാം? ഗോ, ഗോ ആൻഡ് ബാക്ക് സൂൺ. ഇനി മുകളിലേക്ക് വരൂ, മുകളിലേക്ക്, മുകൾ എന്നുള്ളത് അപ്പ് എന്നാണ്. അപ്പം എങ്ങനെ പറയാം? എങ്ങനെ പറയാം? കം അപ്പ്, മുകളിലേക്ക് വരൂ, കം അപ്പ്. ഇനി എൻ്റെ കൂടെ വരൂ, എൻ്റെ കൂടെ വരൂ. എങ്ങനെ പറയാം? കം വിത്ത്, കൂടെ എന്നുള്ളതിന് വിത്ത്, കം വിത്ത് മീ, എൻ്റെ കൂടെ വരൂ. ഇനി എൻ്റെ അടുത്തേക്ക് വരൂ, എൻ്റെ അടുത്തേക്ക് വരൂ, കം ടു മീ എന്ന് പറയാം കേട്ടോ. കം ടു മീ, എൻ്റെ അടുത്തേക്ക് വരൂ. നെക്സ്റ്റ്, പിന്നെ വരൂ എന്ന് പറയില്ലേ നമ്മൾ? പിന്നെ വരൂ, ഇതെങ്ങനെ പറയാം? കം ലേറ്റർ, കം ലേറ്റർ, പിന്നെ വരൂ. കം ലേറ്റ്, പിന്നെ വരൂ. കൂടെ വരൂ, കൂടെ വരൂ, എൻ്റെ കൂടെ വരൂ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? കം വിത്ത് മീ എന്ന് പറഞ്ഞല്ലേ? കം വിത്ത് മീ. ഇനി കൂടെ വരൂ എങ്ങനെ പറയാന്നറിയാം? കം എലോങ്, കം എലോങ്, കൂടെ വരൂ. ഓക്കെ, കം എലോങ്, കൂടെ വരൂ. ഇനി നാളെ വരൂ, നാളെ എന്നുള്ളത് എന്താണ്? ടുമോറോ. അപ്പോൾ കം ടുമോറോ, നാളെ വരൂ, കം ടുമോറോ. നെക്സ്റ്റ്, ഇറങ്ങി വരൂ, ഇറങ്ങി വരൂ, എങ്ങനെ പറയാം? ഡൗൺ, കം ഡൗൺ. ഇറങ്ങി വരൂ അല്ലെങ്കിൽ താഴെ വരൂ, കം ഡൗൺ. ഇനി പതുക്കെ വരൂ, എങ്ങനെ പറയാം? പതുക്കെ വരൂ, പതുക്കെ എന്നുള്ളത് എന്താണ്? സ്ലോലി. അപ്പോൾ കം സ്ലോലി, കം സ്ലോലി, പതുക്കെ വരൂ. ഇനി നമ്മൾ പറയില്ലേ, കാര്യത്തിലേക്ക് വരൂ, കാര്യത്തിലേക്ക് കിടക്കാം എന്നൊക്കെ പറയില്ലേ നമ്മൾ? അപ്പോൾ എങ്ങനെ പറയാം? കം ടു ദി പോയിന്റ്. എല്ലാവർക്കും അറിയാം, കം ടു ദി പോയിന്റ് അല്ലേ? കം ടു ദി പോയിന്റ്, പോയിന്റിലേക്ക് കിടക്കാം, കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ കം വെച്ചിട്ട് നമ്മൾ കുറേ സെൻറ്റൻസുകൾ പഠിച്ചില്ലേ? ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ്. ഒരുപാട് ആളുകൾക്ക് അറിയുന്നതായിരിക്കും, അറിയാത്ത ആളുകൾക്ക് എന്തായാലും ഉപകാരപ്രദമായിട്ടുണ്ടാവും. നമ്മൾ ചെറിയൊരു ക്ലാസ്സാണ് ചെയ്തത്. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സായിട്ട് കാണാം. താങ്ക് യു.